കരിമണലിൻ്റെ ബിസിനസ് നടത്തുന്ന ഒരു സ്ഥാപനം. അവരെങ്ങനെ ഇതിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കും? കേരളത്തിൽ തുടങ്ങുന്ന വ്യവസായങ്ങളെല്ലാം നഷ്ടമാണെന്ന് പറഞ്ഞ് പൂട്ടുകയാണ്. ഏതാണ്ട് 40ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടം. അതുകൊണ്ടുകൂടിയാണ് കേരളത്തിന് ഇത്രമാത്രം കടബാധ്യത കൈവന്നിരിക്കുന്നത്. 5 ലക്ഷം കോടി രൂപ, 5 ലക്ഷം കോടി രൂപ, ലക്ഷം കോടി രൂപയുടെ 5 ഇരട്ടി ആണ് നമ്മുടെ കടഭാരം. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഓരോ കുഞ്ഞുകുട്ടി പരാധീനവും ഏതാണ്ട് 1,69,000 രൂപയുടെ ഭാരം അവരുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്ന ഒരു കേരളത്തിൽ ഒരു വ്യവസായിക്ക് ഇതെങ്ങനെ കൊടുക്കാൻ പറ്റുന്നു? ലാഭത്തിൽ നടക്കുന്നുവെങ്കിൽ സന്തോഷം, പക്ഷേ അതിൻ്റെ ഒരു വിശദീകരണം അദ്ദേഹം നൽകണ്ടേ? എന്ന് മാത്രമല്ല, ഓരോ കേസും വരുമ്പോഴത്തേക്കും കോടതിയിൽ വെപ്രാളത്തോടു കൂടി അദ്ദേഹം പോകുന്നു. ഈ വെപ്രാളത്തിൻ്റെ കാര്യം എന്താ? തൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ ഈ വെപ്രാളം പിടിക്കേണ്ട കാര്യം എന്താ? ഇന്ന് ഈ രാജ്യത്ത് നിരപരാധിയായിട്ട് ഫ്രോഡില്ലാതെ ബിസിനസ് ചെയ്യുന്ന ഒരാളെയും അറസ്റ്റ് ചെയ്യാനുള്ള ഒരൊറ്റ നിയമവും ഇല്ല. ഒരു കോടതിക്കും അതിന് ധൈര്യവും ഉണ്ടാവില്ല. ഒരു പോലീസിനും അവർക്കെതിരെ കേസെടുക്കാൻ ധൈര്യവും ഉണ്ടാവില്ല. ഇത് കേസുകൾ എടുക്കുമ്പോൾ സമൻസ് അയക്കുമ്പോൾ അത് തടയാൻ വൻ തുക വക്കീലന്മാർക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹം തടയാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം എന്നു മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കമ്പനിയുമായിട്ട് ഒരു ഇടപാടുമില്ലാത്ത മാധ്യമ പ്രവർത്തകർക്ക്, അതുപോലെ തന്നെ മാധ്യമ സ്ഥാപനങ്ങൾക്ക്, രാഷ്ട്രീയ നേതാക്കൾക്ക് ഡയറിയിൽ തെളിവായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട്. ഈ എറണാകുളത്ത് തന്നെ എനിക്കറിയാം, അദ്ദേഹത്തിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ട് അദ്ദേഹത്തിനെതിരെ ഒരു വാക്കും പറയരുതെന്ന് പറയുന്ന മാധ്യമങ്ങളുണ്ട്. ഞാനൊരു കേസന്വേഷകനല്ല. അത് ഇവർ കണ്ടുപിടിക്കട്ടെ. ED ആയാലും SFI ആയാലും അവർ കണ്ടുപിടിക്കട്ടെ, അല്ലെങ്കിൽ CBI കണ്ടുപിടിക്കട്ടെ. ഇങ്ങനെ ധാരാളം സ്ഥാപനങ്ങളും ഉള്ളപ്പോൾ ആ ദുരൂഹത്തിൻ്റെ ഒരു വലയം ഉണ്ട് ആ കമ്പനിയെ സംബന്ധിച്ചെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, നമ്മളെന്ന് പറയുന്ന രാജ്യത്തെ വി ദ പീപ്പിൾ എന്ന് പറയുന്ന പരമാധികാരികൾക്ക് അറിയാനുള്ള അവകാശമില്ലേ? ഇത് പിണറായി വിജയനായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും ശരി, ഇങ്ങനെ ദുരൂഹമായ ഇടപാടുകൾ ഉണ്ടെങ്കിൽ അത് ജനങ്ങൾ അറിയണം, അവർക്ക് ശിക്ഷ കിട്ടണം. അല്ലെങ്കിൽ തുല്യനീതി എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും മഹത്തായ പ്രമാണം എങ്ങനെയാണ് നടപ്പിലാക്കപ്പെടുക?